വട്ടപ്പാറ മുനിയപ്പനും പൂശ്ശേരിമേട് മരുതി വീരനും. പുതുശ്ശേരി പഞ്ചായത്തിലെ വാളയാറിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശമാണ് വട്ടപ്പാറ. കന്നുകാലികളുടെ സംരക്ഷണ മൂർത്തിയാണ് മുനിയപ്പൻ. കന്നുകാലികൾക്ക് രോഗം വരാതെ സംരക്ഷിക്കാൻ ഭക്തർ മുനിയപ്പനെ പൂജകൾ ചെയ്തു വരുന്നു. ആടും കോഴിയുമാണ് പ്രധാന വഴിപാട്. അവിടുത്തെ ഐതിഹ്യം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ഭൂപ്രദേശങ്ങളായ കാങ്കേയം കരൂർ യുദ്ധകാലത്തെ വടശ്ശേരി മന്നാടിയർമാർ അവരുടെ പരിവാരങ്ങളും ദൈവങ്ങളും സഹിതം കേരളത്തിലേക്ക് കുടിയേറി. അതിനുശേഷവും വീണ്ടും അവിടെ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. തമിഴ് ചെട്ടിയാരന്മാരുടെ കോവിലുകൾ പലതും പടയോട്ടത്തിൽ നശിപ്പിക്കപ്പെട്ടു. അന്നേരം മുനിയപ്പൻ, മരുതിവീരൻ എന്നീ ദൈവശിലകളെ രക്ഷിക്കാനായി നല്ലയം പൂശ്ശേരിയും നമശിവായം പൂശ്ശേരിയും വെള്ളം നിറച്ച കുടങ്ങളിൽ ഇറക്കി വെച്ച് തലച്ചുമടേന്തി യാത്ര ചെയ്തു. വാളയാർ കടന്ന് വട്ടത്തിലുള്ള പാറ കണ്ടപ്പോൾ ക്ഷീണം തീർക്കാൻ അവിടെ ഇരുന്നു. വട്ടത്തിലുള്ള പാറ എന്നതിൽ നിന്നാണ് വട്ടപ്പാറ എന്ന സ്ഥലനാമത്തിൻ്റെ ഉത്ഭവം. തങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും ഓർത്ത് സങ്കടപ്പെട്ടു. കുടത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന മുനിയപ്പൻ നിങ്ങൾ അവരെ വിട്ടിട്ട് വന്നത് തെറ്റാണെന്ന് പറഞ്ഞു. എന്നെ ഇവിടെ കുടിയിരുത്തിക്കോളൂ എന്നും കൽപ്പിച്ചു. അതിൽ പ്രകാരം പൂശ്ശേരിമാർ മണ്ണ് മാന്തി മുനിയപ്പൻ ശിലയുറപ്പിച്ച് മറയോല വെച്ചു. അപ്പോൾ തന്നെ മുനിയുടെ അശരീരി പൂശ്ശേരിമാരുടെ കാതിൽ മുഴങ്ങി. നിങ്ങൾ ഇവിടെ നിന്നും നടന്നാൽ വടശ്ശേരി വീട് കാണാം. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് നല്ലതൊക്കെ ലഭിക്കും. അവർ നടന്ന് വടശ്ശേരിയിലെത്തി. മോരും വെള്ളവും കുടിച്ച് ദാഹം തീർത്ത് ക്ഷീണം മാറ്റി ആഹാരം കഴിഞ്ഞ് മരുതിവീരനെ കുടിയിരുത്താൻ സ്ഥലം വേണമെന്ന് ചോദിച്ചപ്പോൾ മൂത്ത മന്നാടിയർ കോരയാറിൻ്റെ തീരത്ത് സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് വഴിതിരിച്ചു വിട്ടു. പൂശ്ശേരിമാർ പുഴ കടന്ന് വീട്ടിലെത്തി. അവിടെ മരുതിവീരനെ കുടിയിരുത്തി. പൂശ്ശേരിമാർ പുഴമേട്ടിൽ മൂർത്തിയെ കുടിയിരുത്തിയതുകൊണ്ട് അവർ വന്നതുകൊണ്ടുമാണ് പൂശ്ശേരിമേട് സ്ഥലനാമമായി തീർന്നത്. നല്ലിയം പൂശ്ശേരിയും നമശിവായം പൂശ്ശേരിയും നാട്ടിൽ യുദ്ധം നടക്കുന്നത് കാരണം തിരിച്ചു പോകാൻ കഴിയാതെ വന്നു. അവർ മാവിലച്ചികളെ, മാവിലച്ചി എന്ന വാക്കിൻ്റെ അർത്ഥം വിധവകൾ എന്നാണ്, അവരെ വിവാഹം കഴിച്ച് ജീവിച്ചു. അതിൽ നിന്ന് തമിഴ് സംസാരിക്കുന്ന ഒരു സമൂഹം ഉണ്ടായെന്ന് പറയപ്പെടുന്നു.